ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും തന്നെ ഫസ്റ്റ് വീഡിയോ നമ്പർ സിസ്റ്റത്തെ കുറിച്ചുള്ള കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നമ്പർ കൺവേർഷൻസ്. നമ്മൾ ഇപ്പോൾ 4 നമ്പർ സിസ്റ്റം പഠിച്ചു അല്ലെ, 4 നമ്പർ സിസ്റ്റംസ് നമ്മൾ നോക്കി. ഇത് നമ്പർ കൺവേർഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി കൺവേർട്ടിംഗ് എ നമ്പർ ഇൻ വൺ നമ്പർ സിസ്റ്റം ഇൻടു ഇസ് ഇക്വലന്റ് നമ്പർ ഇൻ അനദർ നമ്പർ സിസ്റ്റം. എന്താ പറഞ്ഞത്? നമ്പർ കൺവേർഷൻ എന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു പർട്ടിക്കുലർ നമ്പറിനെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? നമ്പർ കൺവേർഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള എക്സാ ഡെസിമൽ നമ്പർ ആണെന്ത്? എ എന്ന് പറയുന്ന എക്സാ ഡെസിമൽ നമ്പർ. അപ്പോൾ അവിടെ 10 എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ പറയാം ഡെസിമൽ ടു എക്സാ ഡെസിമൽ കൺവേർഷൻ ആണ്. അവിടെ നമുക്ക് മെത്തേഡ് ഒന്നും ഉപയോഗിക്കേണ്ട, നേരിട്ട് നമുക്കറിയാം 10 എന്ന് പറയുന്ന ഇക്വലന്റ് ആയിട്ടുള്ള എക്സാ ഡെസിമൽ എ ആണെന്ന് നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ 15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ട് എഫ് എന്നുള്ള എക്സാ ഡെസിമൽ നമ്പർ ആണെന്ന് അറിയാം. അപ്പോൾ ബാക്കി അതിൽ കൂടുതലുള്ള വലിയ നമ്പറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള 12 നമ്പർ കൺവേർഷൻ മെക്കാനിസംസ് ആണ്. That is decimal to binary, decimal to octal, decimal to hexadecimal, then binary to decimal, octal to decimal, and hexadecimal to decimal, then octal to binary, octal to hexadecimal, then binary to octal, binary to hexadecimal, then octal to hexadecimal, and hexadecimal to octal. Sorry, there is octal to binary, then hexadecimal to binary. There is a mistake. Hexadecimal to octal to binary and hexadecimal to binary. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ 12 കൺവേർഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഈ രീതിയിൽ പഠിക്കാൻ നമുക്ക് 5 മെക്കാനിസംസ് പഠിച്ചാൽ മതി. ഒരെണ്ണം പഠിച്ചാൽ ചിലപ്പോൾ എന്താണ് ബാക്കി രണ്ടെണ്ണത്തിന് അതേ മെക്കാനിസം തന്നെ ആയിരിക്കും, ജസ്റ്റ് വാല്യൂസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 എണ്ണം ഇതിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ ആൻഡ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഫസ്റ്റ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ ടു ബൈനറി നമ്പർ അല്ലെ. അപ്പൊ നമ്മളുടെ ഇൻപുട്ട് എന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആണ് അല്ലെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലോ ഒരു ബൈനറി നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തതിന് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ നമുക്ക് കണ്ടുപിടിക്കും അല്ലെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ മെത്തേഡാണ് അവിടെ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ? എ ഡെസിമൽ നമ്പർ ഈസ് സക്സസീവ്ലി ഡിവൈഡഡ് ബൈ 2 ആൻഡ് റിമൈൻഡേഴ്സ് ആർ റെക്കോർഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കുന്നത്? എങ്ങനെയാണ്? ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും അല്ലെ. സക്സസീവ്ലി ആണ്, തുടർച്ചയായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോഷ്യന്റും കിട്ടും, അതുപോലെ റിമൈൻഡറും കിട്ടും അല്ലെ. അതിൽ റിമൈൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. അതിനെ മീൻസ് നമ്മൾ എടുത്തു വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് എന്താ പറഞ്ഞത്? ദ ബൈനറി ഇക്വലന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ, ഈ പറഞ്ഞ ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് എങ്ങനെയാണ് ഒബ്റ്റൈൻ ചെയ്യുന്നത്? ബൈ ഗ്രൂപ്പിംഗ് ഓൾ ദ റിമൈൻഡേഴ്സ് വിത്ത് ദ ലാസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ MSB ആൻഡ് ദ ഫസ്റ്റ് റിമൈൻഡർ ബീയിങ് ദ LSB അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞ എന്താണ്? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിഷ്ടം അല്ലെ. കോഷ്യൻ എന്ന് പറഞ്ഞാൽ ഹരണഫലം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ റിമൈൻഡർ എന്നുള്ള ലെവലിലായി അല്ലെ. ഇനി എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ഒക്കെ കിട്ടുന്നത്? റിപ്പീറ്റഡ്ലി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുന്നു? റിമൈൻഡറിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഏത് രീതിയിലാണ്? ഏറ്റവും ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ അല്ലെ, ലാസ്റ്റ് റിമൈൻഡറിനെ എന്താക്കി മാറ്റും? MSB ബിറ്റ് അല്ലെ. MSB ബിറ്റ് പറയുന്നത് നമുക്കറിയാം ഏതാണ്? ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണ്. അതുപോലെ ഫസ്റ്റ് കിട്ടിയ ആദ്യം കിട്ടിയ റിമൈൻഡറിനെ LSB ബിറ്റ്, അതായത് ഏതാ? നമ്മളുടെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെ. റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആണ് LSB എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള റിമൈൻഡറിനെ ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും? റിമൈൻഡേഴ്സിനെ താഴെ നിന്ന് മുകളിലോട്ട് അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വി വിൽ ഗെറ്റ് എ ബൈനറി ഇക്വലന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. അവിടെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. 37 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. 37 എടുത്തു, അതിനെ 2 കൊണ്ട് തുടർച്ചയായി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടും? കോഷ്യന്റ് എന്ത് കിട്ടും? 18 കിട്ടും അല്ലെ. റിമൈൻഡർ 1 കിട്ടും. 18 കോഷ്യന്റ് കിട്ടി, റിമൈൻഡർ 1 കിട്ടും അല്ലെ. അവിടെ റിമൈൻഡർ കിട്ടും. ദെൻ ഈ 18 വീണ്ടും എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് എന്ത് കിട്ടും? 9 കിട്ടും, റിമൈൻഡർ 0 കിട്ടും അല്ലെ. അത് രണ്ടും റെക്കോർഡ്. ഇനി 2നെ 9 എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? കോഷ്യന്റ് 4 കിട്ടും, റിമൈൻഡർ 1 കിട്ടും.
ഇനി 4 എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കോഷ്യന്റ് 2 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ഇനി 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും, റിമൈൻഡർ 0 എന്ന് കിട്ടും, കോഷ്യന്റ് 1 കിട്ടും അല്ലേ. ഇവിടെ 1 ഉണ്ട്, 1 ഇവിടെ 1 ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഇനി എന്ത് ചെയ്യുന്നു, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്ത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലേ. അപ്പൊ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ ഒരു ഏതൊരു നമ്പറിനെ അതിനെക്കാളും ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും, ആ ഡിവിഡൻഡ് ഡിവൈസർ തന്നെ ആയിരിക്കും, ഡിവിഡൻഡ് ആയിരിക്കും അല്ലേ. സോ എന്താണ്, അതുകൊണ്ട് തന്നെ 1 ആയിരിക്കും അവിടെ വരുന്ന റിമൈൻഡർ, ലാസ്റ്റ് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് റിമൈൻഡർ ആണ് MSB. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് MSB ബിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റും LSB ബിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് ബിറ്റും ആണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ MSB എന്ന് പറയുമ്പോൾ എന്തായി, ലാസ്റ്റ് വരുന്ന 1 ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വരും അല്ലേ. പിന്നെ വരുന്ന 0 സെക്കൻഡ് ലെഫ്റ്റ് മോസ്റ്റ് വന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന 0 എന്ന് പറഞ്ഞ ബിറ്റ് തേർഡ് ലെഫ്റ്റ് മോസ്റ്റ്. ദെൻ 1 എന്ന് പറയുന്നത് ഫോർത്ത് ലെഫ്റ്റ് മോസ്റ്റ്. ദെൻ 0 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ലെഫ്റ്റ് മോസ്റ്റ്. ദെൻ 1 എന്ന് പറയുന്നത് എന്തായി, റൈറ്റ് മോസ്റ്റ് ബിറ്റാക്കി. അതായത് LSB എന്ന് റൈറ്റ് മോസ്റ്റ് ആണ്, LSB എന്ന് പറഞ്ഞ ഫസ്റ്റ് ബിറ്റാണ് എന്ത്, LSB എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, താഴെ നിന്ന് മേളിലോട്ട് എന്ത് ചെയ്യുന്നു, റിമൈൻഡേഴ്സിനെ അറേഞ്ച് ചെയ്തതിന് എന്തായി മാറി, നമ്മളുടെ ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പറായി മാറി. സോ അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഏതൊരു ഡെസിമൽ നമ്പറിനെയും തുടർച്ചയായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് റിമൈൻഡറിന് ബൈനറിയിലെ ഫസ്റ്റ് ബിറ്റ്, ദെൻ സെക്കൻഡ് ലാസ്റ്റ് റിമൈൻഡറിന് സെക്കൻഡ് ബിറ്റ് ബൈനറി നമ്പറിൽ, ദെൻ തേർഡ് ലാസ്റ്റ് റിമൈൻഡറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ബിറ്റോ MSB, ഈ ഓർഡറിൽ അല്ലേ. താഴ്ന്ന് മുകളിലോട്ട് റിമൈൻഡേഴ്സിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഡെസിമൽ ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ടു ബൈനറി തന്നെയാണ്, പക്ഷെ ഇവിടെ എന്തുണ്ട്, ഫ്രാക്ഷൻ അല്ലേ. നമ്മളിവിടെ പഠിച്ചപ്പോൾ എന്താണ്, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കി എന്ത് മാത്രമേ ഉള്ളൂ, ഇൻറ്റിജർ പാർട്ട് മാത്രമേ നോക്കിയുള്ളൂ. ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തുണ്ടാവും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 25.375 ടു ദ ബേസ് 10 അല്ലേ. അവിടെ 25 എന്ന് പറയുന്ന ആ ഡെസിമൽ നമ്പർ ഇൻറ്റിജർ പാർട്ടും 0.375 എന്ന് പറയുന്നത് എന്താണ്, ആ ഡെസിമൽ നമ്പറിന്റെ ഫ്രാക്ഷണൽ പാർട്ടാണ്, ഈ ഫ്രാക്ഷണൽ ഡെസിമലാണ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച മെത്തേഡ് ഏതിനെ പറ്റുള്ളൂ, ഇൻറ്റിജർ പാർട്ടിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഫ്രാക്ഷണൽ പാർട്ടിലോട്ട് നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രാക്ഷണൽ ഡെസിമൽ എങ്ങനെയാണ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എന്തായി മാറി, ഡെസിമൽ ടു ബൈനറി എന്നുള്ള കൺവേർഷൻ ആയിട്ട് മാറി. ഓക്കെ, എന്താ പറയുന്നത്, ടു കൺവേർട്ട് എ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ ബൈനറി വി യൂസ് ദ മെത്തേഡ് ഓഫ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ നമ്പറിനെ 2 കൊണ്ട് തുടർച്ചയായി എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിന് പറഞ്ഞ മൾട്ടിപ്ലൈയില് ഫ്രാക്ഷണൽ പാർട്ടിന് മാത്രം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അതിൽ കിട്ടുന്ന ഫ്രാക്ഷണൽ പാർട്ടിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, നമുക്ക് ഒരു ഇൻറ്റിജർ പാർട്ടിൽ ഒരു വാല്യൂ കിട്ടും അല്ലെ. ഫ്രാക്ഷണൽ പാർട്ടിന് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇൻറ്റിജർ പാർട്ടിൽ മാർക്ക് കിട്ടും. അത് ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും. അപ്പൊ ആ 1ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കിട്ടുന്ന ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ MSB ബിറ്റാക്കി വെക്കുന്നു. നെക്സ്റ്റ് കിട്ടുന്ന പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വീണ്ടും എന്ത് കിട്ടും, നമുക്ക് ഇൻറ്റിജർ പാർട്ടിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റിജർ പാർട്ടിൽ ഒരു വാല്യൂ വരും. അതിന് നമ്മൾ സെക്കൻഡ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ സെക്കൻഡ് ബിറ്റാക്കി മാറ്റുന്നു. അതായത് ബൈനറി ഫ്രാക്ഷന്റെ സെക്കൻഡ് ബിറ്റാക്കി മാറ്റുന്നു. എന്നിട്ട് വീണ്ടും ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് കിട്ടിയ ഫ്രാക്ഷണൽ പാർട്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റിജർ പാർട്ടിൽ ഒരു നമ്പർ കിട്ടും, 0 അല്ലെങ്കിൽ 1. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ബൈനറി ഫ്രാക്ഷന്റെ തേർഡ് ബിറ്റാക്കി മാറ്റുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എത്ര വരെ, അൺടിൽ ദ ഫ്രാക്ഷണൽ പാർട്ട് ബിക്കം 0 ഓർ ദ ഡിസൈഡ് പ്രിസിഷൻ ഒബ്റ്റൈൻഡ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഫ്രാക്ഷണൽ പാർട്ട് കംപ്ലീറ്റ്ലി 0 ആവുന്നവരെ, അല്ലെങ്കിൽ എന്താണ് ഡിസൈഡ് പ്രിസിഷൻ. അതായത് നമ്മൾ പറയുന്നത് ഇപ്പൊ 4 ബിറ്റ് മതി നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, 4 ബിറ്റ് വരെ. അതായത് ഫസ്റ്റ് ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 ബിറ്റ് കിട്ടി, ദെൻ അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ബിറ്റ് കിട്ടി, അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ബിറ്റ് കിട്ടി, അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർത്ത് ബിറ്റ് കിട്ടി. അപ്പോഴും ഫ്രാക്ഷണൽ പാർട്ട് 0 ആയില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾ ഓർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. അപ്പൊ 25 നമ്മുടെ കൺവേർട്ട് ചെയ്യുന്ന ഒന്നുകൂടി നമുക്ക് ഡെസിമൽ ടു ഇൻറ്റിജർ പാർട്ട് ഒന്ന് നോക്കാം. ഡെസിമൽ ടു ബൈനറി ഇൻറ്റിജർ പാർട്ട് 2നെ 25ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോറി,
കോഷ്യന്റ് 12 റിമൈൻഡർ 1 എന്ന് കിട്ടി റെക്കോർഡ് ചെയ്തു. ദെൻ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കോഷ്യന്റ് 6 റിമൈൻഡർ 0 എന്ന് കിട്ടി. ദെൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 കോഷ്യന്റ് 0 എന്ന് കിട്ടി. ദെൻ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കോഷ്യന്റ് 1 റിമൈൻഡർ 1 അല്ലെ. പിന്നെ താഴ്ന്ന് മുകളിലോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 1 1 0 0 1 എന്ന് കിട്ടും. അപ്പോൾ ഇന്റിജർ പാർട്ട് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം, 0.375 എന്നുള്ള ഫ്രാക്ഷണൽ പാർട്ടിനും കൂടി എന്ത് ചെയ്യണം, ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പോൾ ഇന്റിജർ പാർട്ട് കിട്ടി 11001 ഡോട്ട് അല്ലെങ്കിൽ പോയിന്റ്. ഇനി എന്ത് ചെയ്യണം, 375 എന്നുള്ള ഫ്രാക്ഷണൽ പാർട്ടിന്റെ ബൈനറി ഇക്വലന്റ് കൂടി കണ്ടെത്തി അവിടെ ചേർത്ത് എന്തായി, നമ്മൾ എന്ത് ചെയ്തു, ആ ഡെസിമൽ നമ്പറിനെ ബൈനറി കൺവേർട്ട് ചെയ്തു അല്ലെ. ഫ്രാക്ഷണൽ പാർട്ടിനെ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. 0.375 അതിനെന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0.750 എന്ന് കിട്ടും അല്ലെ. അതിന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ 0.750 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇന്റിജർ പാർട്ടിൽ എന്താ ഉള്ളത്, 0 ആണ്. ആ 0നെ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ആ 0നെ ഫസ്റ്റ് ബിറ്റാക്കി മാറ്റി, ഫ്രാക്ഷണൽ ബൈനറിയുടെ ഫസ്റ്റ് ബിറ്റാക്കി മാറ്റി. ഓക്കെ. ദെൻ ഇനി കിട്ടുന്ന അവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇന്റിജർ പാർട്ട് നമ്മൾ എടുക്കില്ല. ഇനി അടുത്ത് എന്താണ്, അതിന്റെ വീണ്ടും ഫ്രാക്ഷണൽ പാർട്ടിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0.750നെ വീണ്ടും എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.500 എന്ന് കിട്ടും അല്ലെ. ഇന്റിജർ പാർട്ടിൽ ഉണ്ട് 1 ഉണ്ട്. ആ 1നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ റിക്വയർഡ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ബൈനറി നമ്പറിന്റെ സെക്കൻഡ് ഫ്രാക്ഷണൽ ബൈനറി നമ്പർ പാർട്ടിന്റെ സെക്കൻഡ് ബിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. വീണ്ടും ഫ്രാക്ഷണൽ പാർട്ട്, അതായത് ഏതാണ് 0.500 അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ഇന്റിജർ പാർട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് എടുക്കുന്നില്ല. ഇന്റിജർ പാർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കി, പിന്നെ ആ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പൊ എന്ത് കിട്ടി, 1.000 അല്ലെ. അപ്പൊ ആ 1ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ റിക്വയർഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബൈനറി ബിറ്റിന്റെ തേർഡ് ബിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഫ്രാക്ഷണൽ പാർട്ട് നോക്കി, ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്, ഫുള്ളി 0 ആണ്. അപ്പൊ ഇനി വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എന്തായി, നമുക്ക് കിട്ടിയ എന്തായി, 0111. ഇവിടെ നമ്മൾ താഴോട്ട് മുകളിലോട്ടല്ല ആദ്യം കിട്ടുന്ന ആദ്യം തന്നെ, അതായത് മുകളിൽ താഴോട്ട് തന്നെയാണ് വരിക. അപ്പൊ 011. അപ്പൊ നമ്മളുടെ ഫൈനലി എന്തായി, 11001.011 എന്നുള്ളതാണ് എന്ത്, ഡെസിമൽ ടു ബൈനറി ഏതിന്റെ 25.375 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിന്റെ ബൈനറി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്തത്, ഇന്റിജർ പാർട്ടിന്റെ ബൈനറി നമ്പർ കിട്ടാൻ വേണ്ടി അതിന് തുടർച്ചയായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡേഴ്സിന് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് റിമൈൻഡേഴ്സിന് എന്ത് ചെയ്തു, താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലെ. പറയുന്നത് എങ്ങനെയാണ്, ലാസ്റ്റ് റിമൈൻഡർ വിൽ ബി ദ MSB bit of the required binary number and first remainder will be the LSB bit of the binary number എന്ന് പറഞ്ഞു അല്ലെ. ആ രീതിയിൽ നമ്മൾ അതിന് പറഞ്ഞു. ഇനി എന്താണ്, അതിന് ശേഷം എന്ത് ചെയ്തു, not to get the binary equivalent of fractional decimal we multiply the fractional part with 2 successively and the integer value of the integer part are recorded, and if this process is repeated until the fractional part becomes 0 or the desired precision level is occurred. Okay, then നമ്മൾ ഡെസിമൽ ടു ബൈനറി പഠിച്ചു അല്ലേ. അപ്പൊ ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ള 2 മെത്തേഡ് ഏതൊക്കെയാണ്, ഡെസിമൽ ടു ഒക്ടലും ഡെസിമൽ ടു എക്സാ ഡെസിമലുമാണ് അല്ലെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 മെത്തേഡ് എന്താണ് നമുക്ക് വളരെ ഈസിയാണ്. അതെന്താണ്, ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ ചെയ്യുന്നത്, ജസ്റ്റ് നമ്പറിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 മെത്തേഡ് പഠിച്ചതിന് ഇക്വലന്റ് ആണ്. ഓക്കെ, ഒരു മെത്തേഡിൽ ഒരൊറ്റ സോൾവിങ് മെത്തേഡ് നമ്മൾ പഠിച്ചതോടുകൂടി എന്ത് ചെയ്തു, നമ്മൾ 3 മെത്തേഡ് പഠിച്ചു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡെസിമൽ ടു എക്സാക്ട് ഒക്ടൽ നോക്കാം. ആദ്യം ഇവിടെ എങ്ങനെയാണ് അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡെസിമൽ നമ്പറിന് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ്ലി ഡിവൈഡഡ് ബൈ എത്ര, 8 അല്ലെ. അവിടെ 2 കൊണ്ടാണ്, ഇവിടെ 8 ആണ്. ആൻഡ് റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നോട്ട് ടു ഗെറ്റ് ദ ഡെസിമൽ ഒക്ടൽ ഇക്വലന്റ് ഓഫ് ദ ഡെസിമൽ ദ റിമൈൻഡേഴ്സ് ആർ grouped in a way that എങ്ങനെയാണ്, the last remainder being the MSD and first remainder being the LSD of the required octal number അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്താണ്, 8 കൊണ്ട് തുടർച്ചയായി ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡേഴ്സിന് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് റിമൈൻഡേഴ്സിന് എങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ
അതിനെ അറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടി, ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒറ്റത് കിട്ടി. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആ വ്യത്യാസം എന്താണ്, അവിടെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 8 കൊണ്ടാണ്. അതുപോലെ ഇവിടെ അവിടെ റിമൈൻഡേഴ്സ് ഒന്നെങ്കിൽ 0 1 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് റിമൈൻഡേഴ്സ് വിൽ ബി റിമൈൻഡേഴ്സ് വിൽ ബി 0 1 2 3 4 5 6 or 7. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 225 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, സോ 225നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, 28 ക്വോഷ്യന്റ് കിട്ടി. റിമൈൻഡർ എത്രയാണ് വരിക, 1 വരും അല്ലേ. 28 8 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടും, 3 ക്വോഷ്യന്റ് കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. ഈ 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എന്താണ്, 3 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എന്തായി, റിമൈൻഡർ 3 4 1 അല്ലേ. അതിന്റെ താഴ്ന്ന മുകളിലോട്ടുള്ള അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് റിമൈൻഡർ MSD എന്ന് പറയുമ്പോൾ 3 MSD ആവും. ഫസ്റ്റ് റിമൈൻഡർ LSD എന്ന് പറയുമ്പോൾ 1 റൈറ്റ് മോഡിൽ വരും. അപ്പോൾ 3 4 1 ടു ദ ബേസ് 8 എന്ന് പറയും. ഓക്കെ, ഇനി ഡെസിമൽ ടു ഒക്ടൽ ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷണൽ പാർട്ടിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തുടർച്ചയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓരോ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡിജർ പാർട്ടിൽ കിട്ടുന്ന നമ്പറിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് until the fractional part completely becomes 0 or the desired position is obtained അല്ലേ. ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്ടിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആവുന്നവരെയോ അല്ലെങ്കിൽ ഒരു ഡിസൈഡ് പൊസിഷൻ ഒക്കർ ചെയ്യുന്നവരെ. നമുക്ക് നോക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 198.575 to the base 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കതിനെ 198നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 198നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക, കോഷ്യന്റ് എന്ന് പറയുന്നത് 24ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും അല്ലേ. റിമൈൻഡർ 6 കിട്ടും. ഈ 8നെ എന്ത് ചെയ്യുന്നു, ഒരു 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് 3 എന്ന് കിട്ടും, റിമൈൻഡർ 0 എന്ന് കിട്ടും അല്ലേ. ഇനി അതിന് താഴ്ന്ന മുകളിലോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 306 എന്ന് കിട്ടും അല്ലേ. അപ്പം നമ്മളുടെ എന്തായി, ഇൻഡിജർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഫ്രാക്ഷണൽ പാർട്ടിനെ 8 കൊണ്ട് തുടർച്ചയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി, ഫ്രാക്ഷണൽ പാർട്ടിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.600 എന്ന് കിട്ടും അല്ലേ. അതിൽ ഇൻഡിജർ പാർട്ടിൽ വരുന്ന 4നെ റെക്കോർഡ് ചെയ്തു. വീണ്ടും ഫ്രാക്ഷണൽ പാർട്ടിനെ എന്ത് ചെയ്തു, നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.600 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 1.200 എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആ 1 റെക്കോർഡ് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 0.200 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, 0.400 എന്ന് കിട്ടി. അതിൽ 0നെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ 0.400നെ നമ്മൾ വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. നമ്മളിവിടെ എന്ത് വെച്ചു, ആകെ 3 ഡിജിറ്റ് എന്തിലുള്ളൂ, ഡെസിമൽ നമ്പറിലുള്ളൂ. അപ്പം നമ്മളിവിടെ എന്തായാലും കംപ്ലീറ്റ്ലി എന്തായിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ട് 0 ആയിട്ടില്ല, കംപ്ലീറ്റ് 0 ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റിക്വയർഡ് പൊസിഷൻ വെച്ചു, 3 എന്ന് വെച്ചു. അവിടെ എന്തായിട്ടുണ്ട്, 3 ബിറ്റ് ആയിട്ടുണ്ട് അല്ലെ. 4 1 0 3 ബിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, കൺവേർഷൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ ജസ്റ്റ് നമ്മൾ ആ നമ്പറിലോട്ട് കൊടുത്തു. അപ്പൊ എന്തായി, 306.410 ടു ദ ബേസ് 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഇനി ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഇതേ സെയിം കൺവേർഷൻ തന്നെ. അവിടെ എന്ത് ചെയ്യുന്നു, 8ന് പകരം ഇന്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 16 കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം റിമൈൻഡേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. എങ്ങനെ, താഴെ നിന്ന് മുകളിലോട്ട്. ഇവിടെ റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 0 തൊട്ടിട്ട് F വരെയുള്ള ഡിജിറ്റ് വരാം. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ റിമൈൻഡർ വരുമ്പോൾ 10 എന്നുള്ള റിമൈൻഡർ വരികയാൽ കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായി കൺവേർട്ട് ചെയ്യണം, എ എന്ന് പറയണം അല്ലെ. 11 എന്ന് പറഞ്ഞ റിമൈൻഡർ വരുന്നെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ബി എന്നാക്കണം. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. 10 തൊട്ടിട്ട് 15 വരെ വരുന്ന റിമൈൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ലെറ്റേഴ്സിനെ കൊണ്ട് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, 659 എന്ന് പറഞ്ഞ ഡെസിമലിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ 16 കൊണ്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് കിട്ടിയ കോഷ്യന്റ് 41 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. ദെൻ 41നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഓക്കെ, അപ്പോൾ 293 ടു ദ ബേസ് 16 ആണ്. ഇനി നമുക്ക് ഹെക്സാഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യേണ്ടതാണ്. ഇതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന തുടർച്ചയായിട്ട് ഓരോ പ്രാവശ്യവും ഇന്റിജർ പാർട്ടിൽ കിട്ടുന്ന നമ്പറിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. വീണ്ടും ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ
5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു until the fractional product becomes 0 or the desired precision is obtained. അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ 266.367 അല്ലേ? 16 ഡിവൈഡ് ചെയ്തു, 16 എന്ന് കിട്ടി. റിമൈൻഡർ എന്ന് പറയുന്ന പക്ഷെ എന്താണ്? 10 ആണ് അല്ലെ. 10 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്തു? എ എന്നുള്ള ലെറ്റർ കൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതിന്റെ നമ്പർ 266 എന്ന് പറയുന്ന ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എത്രയാണ്? 10A ആണ് അല്ലെ. ഡോട്ട്. ഇനി 367 നമ്മൾ കാണണം അല്ലെ. 367 എന്ത് ചെയ്തു? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റിജർ പാർട്ടിൽ നമുക്ക് വരുന്ന നമ്പർ 10 തൊട്ടിട്ട് 15 വരെയുള്ള നമ്പർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ തൊട്ടുള്ള എഫ് വരെയുള്ള ലെറ്റേഴ്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.872 വന്നു, 5 വന്നു. ദെൻ 8.872 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 വന്നു. 13 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഡി ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഡി എന്ന് വന്നു. ദെൻ 0.952 15.232 അല്ലെ. 15 കറസ്പോണ്ടിങ് ആയിട്ട് എഫ് വന്നു അല്ലെ. ഇനി നമ്മൾ വീണ്ടും 2.232 വേണമെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് 0 എത്താനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3 ഡിജിറ്റ് ആണ് ഡെസിമൽ നമ്പറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 നമുക്ക് വിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഡിസൈഡ് പൊസിഷൻ ഒക്കെ ചെയ്തു എന്നാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എക്സാമിനും ഇതുപോലെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. 0 വരുമോ നോക്കുക. ഇപ്പോൾ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രാക്ഷണൽ പാർട്ട് 0 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്കിയുള്ള ഒറ്റലും എക്സാഡെസിമലിലും സാധ്യത കുറവാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ. ഓക്കെ. നമ്പറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 5DF എന്ന് വരും. 10A.5DF ആണ് എന്താ നമ്മളുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നമ്പർ കൺവേർഷൻ സിസ്റ്റം പഠിച്ചു. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഓക്കെ. ഗ്രൂപ്പിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് തന്നെ ഇടും. അത് നിങ്ങൾ സോൾവ് ചെയ്ത് ആൻസർ അയച്ചു തരണം. അത് നമ്മൾ വൈകുന്നേരത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.